തങ്ങൾ വന്നതിന് ശേഷമുള്ള അവരുടെ ദുസ്വഭാവങ്ങളുടെ എണ്ണം അള്ളാഹു തആല എണ്ണി പറയാൻ. കൂട്ടത്തിൽ ഒന്നാമത്തത് നേരത്തെ പറഞ്ഞു, മായവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. ജൂതന്മാർക്കും അതേപോലെ തന്നെ മുശ്രിക്കീങ്ങൾക്കും ഒരിക്കലും തന്നെ ഇഷ്ടമില്ല എന്ത് അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്ന് വല്ല നന്മയും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു നന്മയും കിട്ടുന്നത് ഇഷ്ടമല്ലാത്ത വിധത്തിലുള്ള അസൂയയുടെ ആൾരൂപമായിട്ട് മാറിയവരാണ് അവർ എന്ന് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതാ പറയണത്, ഏലം അന്നഹാദാ ഹുവൻ നൗഉ സാനി, ഇത് രണ്ടാമത്തെ വകുപ്പാണ് മിൻ തഅനിൽ യഹൂദി ഫിൽ ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ച് ജൂതന്മാർ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ കൂട്ടത്തിലെ രണ്ടാമത്തേതാണിത്. ഫഖാലു, അതായത് അവര് പറഞ്ഞു, അലാ തറൂന ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ കാര്യം നിങ്ങൾ നോക്കുന്നില്ലേ? അവരെ ആൾക്കാരോട് പറയാണ്, ജൂതന്മാർ അവരുടെ ആൾക്കാരോട് പറയാണ്, ഈ മുഹമ്മദ് നബിയുടെ കാര്യം നിങ്ങൾ നോക്കുന്നില്ലേ? യഅ്മുറു അസ്ഹാബഹു ബി അംരിൻ, ഒരു സംഗതി അവരുടെ അനുയായികളോട് കൽപ്പിക്കുന്നു, സുമ്മ യൻഹാഹും അൻഹു, എന്നിട്ട് അത് പിന്നീട് വിലക്കുന്നു, വയഅ്മുറുഹും ബി ഖിലാഫിഹി, എന്റെ നേരെ എതിരായിട്ടുള്ളത് കൽപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ കംപ്ലൈന്റിന്റെ ആശയം മനസ്സിലായില്ലേ? ഒരു സംഗതി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും, എന്നിട്ട് പിന്നെ അത് വിലക്കും, എന്നിട്ട് അതിന് വിരുദ്ധമായിട്ടുള്ളത് പ്രവർത്തിക്കാൻ വീണ്ടും കൽപ്പിക്കും. അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ഒരു സമീപനാണല്ലോ ഈ മുഹമ്മദ് നബി സ്വീകരിക്കുന്നത്. വയഖൂലു യൗമ ഖൗലൻ, ഇന്നൊരു വാക്ക് പറയും, വഗദൻ യർജിഉ അൻഹു, നാളെ അത് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടുകളെ ആക്ഷേപിച്ചപ്പോൾ ഫനസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അതിന്റെ പച്ചയായിട്ടുള്ള വർത്താനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് കൽപ്പിച്ചതിന്റെ വിരുദ്ധമായിട്ടുള്ളത് നാളെ മറ്റൊന്ന് കൽപ്പിച്ചാൽ, അത് നിങ്ങൾ ചിന്തിച്ച് വറിയിടാവേണ്ട കാര്യമല്ല ജൂതന്മാരെ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ആ പുതിയത് കൊണ്ടുവരുന്നത് ഒരിക്കലും തന്നെ എന്തല്ല, നമ്മൾ മുജാഹിദുകളുടെ ജിന്നും അതേപോലെ സിഹറും വിഷയത്തിലുണ്ടായ മാറ്റം മാതിരിയല്ല, എവിടെ കുഴപ്പമൊന്ന് തിരിയാത്ത അവസ്ഥയല്ല, മറിച്ച് ആ മാറ്റി കൊണ്ടുവരുന്ന സംഗതികൾ, ആ സംഗതികൾ ശരിക്കും അക്കാലഘട്ടത്തിലേക്ക് ഫിറ്റായതും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉപകാരപ്രദമായതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒഴിവാക്കിയതിന്റെ തത്തുല്യമായ അവസ്ഥയിലുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ മാറ്റം വന്നതിന്റെ പേരിൽ ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ ഈ മതത്തിനോ അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്കോ ഒന്നും ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും മെച്ചപ്പെട്ട പകരം ലഭിച്ചിരിക്കുകയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ മാറ്റത്തിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ അധിക്ഷേപിക്കാനോ ഇസ്ലാമിന്റെ മഹത്വത്തെ കുറച്ച് കാണിക്കാനോ ശ്രമിക്കേണ്ടതില്ല എന്ന മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നാം ചിന്തിക്കുക, ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിനെ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞല്ലോ. ആ ദുർബലപ്പെടുത്തൽ എന്ന് പറയുന്ന സംഗതി വാസ്തവത്തിൽ എന്താ? ഏലം അന്നൻ നാസിഖ ഫി ഇസ്തിലാഹിൽ ഉലമായി, പണ്ഡിതന്മാരുടെ സാങ്കേതിക ഭാഷയിൽ ദുർബലപ്പെടുത്തുന്നത് എന്നത് ഇബാറത്തുൻ അൻ തരീഖിൻ ശർഈൻ യദുല്ലു അലാ അന്നൽ ഹുക്മല്ലദീ കാന സാബിതൻ ബി തരീഖിൻ ശർഈൻ ലാ യൂജദു ബഅദ ദാലിക മഅ തറാഖീഹി അൻഹു അലാ വജ്ഹിൻ ലൗലാഹു ലകാന സാബിതൻ. ഇതാണ് ദുർബലപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞതിന്റെ സാങ്കേതികമായ ശബ്ദം. അതായത് ഇബാറത്തുൻ അൻ തരീഖിൻ ശർഈൻ, ഇസ്ലാമികമായ ഒരു മാർഗത്തെ കുറിച്ചുള്ള പരാമർശമാണത്. ഏതു മാർഗം? യദുല്ലു അലാ അന്നൽ ഹുക്മല്ലദീ കാന സാബിതൻ, നേരത്തെ സ്ഥിരപ്പെട്ടിരുന്ന ഒരു വിധി. എങ്ങനെ സ്ഥിരപ്പെട്ടു? ബി തരീഖിൻ ശർഈൻ, ഇസ്ലാമികമായ മാർഗത്തിലൂടെ തന്നെ സ്ഥിരപ്പെട്ട ഒരു വിധി, ഖുർആനിലൂടെയോ അല്ലെങ്കിൽ ഹദീസിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ മറ്റു ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെയോ സ്ഥിരപ്പെട്ട ഒരു വിധി. ആ വിധി ലാ യൂജദു ബഅദ ദാലിക, അതിനുശേഷം അഥവാ ഈ പുതിയത് വന്നതിന് ശേഷം ആ നിയമം ബാധകല്ല എന്ന് പറയണതിനാണ് എന്ത് പറയാ? ദുർബലപ്പെടുത്തുക എന്ന് പറയാം. മഅ തറാഖീഹി അൻഹു അലാ വജ്ഹിൻ, ആ പഴയതിനെ തൊട്ട് ഈ പുതിയ വിധി പിന്തി വരുന്നു. എങ്ങനെ? ലൗലാഹു ലകാന സാബിതൻ, ഈ പുതിയത് വന്നില്ലായിരുന്നുവെങ്കിൽ പഴയ തന്നെ സ്ഥിരപ്പെടുമായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇസ്ലാമികമായി ചിന്തിച്ചു നോക്കിയാല് മദ്യം ഇസ്ലാം ആദ്യം വിരോധിച്ചിട്ടില്ലായിരുന്നു, അല്ലെ? ആദ്യം ഇസ്ലാം കള്ള് വിരോധിച്ചില്ല. എമ്പാടും യഥേഷ്ടം ആളുകൾ കുടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയായിരുന്നു. അപൂർവം ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആ കള്ളുകുടിയത് ദുരന്തത്തിൽ ചെന്നുപെട്ടില്ലായിരുന്നു എന്ന് മാത്രം. സർവത്ര വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കള്ളുകുടി എന്നത്. എന്നാൽ അന്നും പെട്ടുപോകാത്ത ചിലരുണ്ട്, ചില മഹാന്മാർ. അതിൽപ്പെട്ട ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ കൂട്ടത്തില് കള്ളുകുടിക്കാത്ത ഒരാളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത കൂട്ടുകാരനാകാൻ അല്ലാഹു തആല സെലക്ട് ചെയ്ത വ്യക്തിത്വത്തിന്റെ
വിശുദ്ധിയോടുകൂടെ തന്നെ പണ്ട് മുതലേ അള്ളാഹു നിലനിർത്തിയ ഒരു കറാമത്തായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതേപോലെ തന്നെ മഹാന്മാർ പറഞ്ഞിട്ടില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ കാലത്തും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കണ്ടീഷനിലും സാഹചര്യത്തിലും മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അഥവാ ഇസ്ലാം വരുന്നതിന് മുമ്പും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ സമകാലിക സമൂഹത്തിൽ ഉണ്ടായിരുന്ന ദുർനടപ്പുകളോ തെറ്റായ ചിന്താഗതികളോ ഒന്നും തന്നെ സ്ഥലം പിടിച്ചിരുന്നില്ലെന്നർത്ഥം. ആ നിലക്കുള്ള ചില മഹാന്മാരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മദ്യത്തിന് അടിമകളായി പോയിരുന്ന ഒരു കാലഘട്ടം അതായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലം. പിന്നീട് ആ കള്ളിനെ സംബന്ധിച്ചുള്ള ഒരു വല്ലാത്ത അവസ്ഥകള് സഹാബികളിൽ നിന്ന് ചിലരുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണ്ടേ? റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ, പടച്ചോനെ ഞങ്ങൾക്ക് ഈ വിശദീകരിച്ചു തരണം ഈ കള്ളിന്റെ വിഷയത്തിൽ ബയാനൻ ഷാഫിയ, ഒരു പൂർണ്ണമായ ശമനം ലഭിക്കുന്ന, ഒരു അസ്വസ്ഥമായ മനസ്സിന് പൂർണ്ണമായ ശിഫ ലഭിക്കുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു വിവരണം നീ നൽകണം. അഥവാ കള്ളിന്റെ വിഷയത്തിൽ ഒരു തീരുമാനം, ഒരു മാറ്റി തീരുമാനം പ്രഖ്യാപിച്ചു തരണം എന്ന അർത്ഥത്തിൽ ദുആ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശം എന്താ? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ് വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും നബിയെ തങ്ങളോട് അവർ ചോദിക്കും, എന്താ ഇതിന്റെ വിധി? തങ്ങൾ അവർ പറയേണ്ട മറുപടി, അതിൽ ഒരുപാട് കുറ്റുണ്ട്, കുറെയൊക്കെ ഉപകാരങ്ങളുണ്ട്. ബട്ട് ഉപകാരങ്ങളെക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. കള്ളുകുടിയിൽ മൂടുറച്ചു പോയ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് മദ്യത്തോടുള്ള ഒരു വെറുപ്പും ഒരു അറപ്പിക്കലും ഉണ്ടാക്കുക എന്ന വളരെ സൈക്കോളജിക്കലായ ഒരു സമീപനമാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാം നിർവഹിക്കുന്നത്. പക്ഷെ അപ്പോഴും എന്ത് ചെയ്തില്ല, മദ്യം വിരോധിക്കണമെന്നോ ഒഴിവാക്കണമെന്നോ പറഞ്ഞില്ല, മറിച്ച് വെറുപ്പിക്കാനും അകൽച്ചയുണ്ടാക്കാനുമുള്ള ഒരു പ്രയോഗം. അതാവ ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, ഉപകാരത്തെക്കാളേറെ ഉപദ്രവമാണ്. അപ്പോ ചിന്താശേഷിയുള്ള പലരും എന്ത് ചെയ്തു, പലരും അങ്ങനെ ചിന്തിച്ചു, ഏതായാലും ഉപകാരത്തെക്കാളേറെ ഉപദ്രവാണെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ ഒരു കൊല്ലാപ്പിന് നിൽക്കണേ, ഒരു പരീക്ഷണത്തിന് നിൽക്കണം, എന്തിനാ വേണ്ടാന്നട് വെച്ചൂടെ, എന്തായാലും ഉപയോഗിക്കണം എന്നില്ലല്ലോ, ചെയ്യണമെന്ന് നിബന്ധനയോ അല്ലെ നിർദ്ദേശമോ അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് വെക്കാന്ന് കുറെ ആളുകൾ തീരുമാനിച്ചു. പക്ഷേ മദ്യത്തോട് അതിനു മാത്രം മാനസികമായ അറ്റാച്ച്മെന്റ് ഉള്ളവരൊക്കെ എന്ത് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതിനെയാണ് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞ് യഥാർത്ഥം കുടി തുടർന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വിലക്കിയില്ല എന്നതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. മദ്യത്തിന്റെ ഭാഗികമായ വിരോധം ഏർപ്പെടുത്തുകയാണ്, വിലക്ക് ഏർപ്പെടുത്തുകയാണ്. അതാണ് പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്നത്, വലാ തഖറബുസ്സലാത വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരായ സമയത്ത് നിസ്കാരത്തിനോട് അടുക്കരുത്, നിസ്കരിക്കരുത്. അപ്പൊ ഭാഗികമായ ഒരു വിലക്ക് അല്ലാഹു തആല കൊണ്ടുവന്നു രണ്ടാം ഘട്ടം എന്ന നിലക്ക്. ആ വിലക്കിൽ എന്താ ഉള്ളത്? കള്ളു കുടിച്ച് അതിന്റെ ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് നിസ്കാരം വരും വിധത്തിലുള്ള ആ ടൈം കീപ്പ് ചെയ്യാതെ, അഥവാ കള്ളു കുടിച്ചതിന് ശേഷം അതിന്റെ ഹാങ് ഓവർ മാറാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള പരുവത്തിലും സാഹചര്യത്തിലും മാത്രമേ നിങ്ങൾ കുടിക്കാവൂ എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. അപ്പോ ആ രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ നല്ലോണം സമയമുള്ള ഇടക്ക് മാത്രമേ ആര് കുടിക്കൂ എന്നായി, സഹാബത്ത് കുടിക്കൂ എന്നായി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകളില്ലേ, ആ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ നോമ്പ് തുറക്കുമ്പോ അവർക്കൊരു ആക്രാന്തം നമ്മൾ കാണാറുണ്ട് അല്ലെ. ഒരു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു എന്ന് വരുത്തിയ ഉടനെ ഈ ചൈത്താൻകുറ്റി കത്തിക്കണ ആൾക്കാര് വാസ്തവത്തിൽ നോമ്പ് തുറക്കണ വരെ ശരിക്കും അവരെന്ത് ചെയ്തതാണ്, കൺട്രോൾ ചെയ്ത് നിന്നതാണ്. ഈ സിഗരറ്റ് വലി നിർത്തണം എന്നുള്ള ആളുകൾക്കൊക്കെ വാസ്തവത്തിൽ ഏറ്റവും പറ്റിയ ടൈമാണ് ഈ റമദാനൊക്കെ വരുമ്പോ. പക്ഷെ എന്തോന്നറിയില്ല, വൈകുന്നേരം വരെ ആ സിഗരറ്റ് വലിക്കാത്ത ആളുകൾ വൈകുന്നേരം ആകുന്നതിനോടുകൂടി തന്നെ ഗ്രഹണി പിടിച്ച കുട്ടികൾ അരിമുളക് കണ്ട പോലത്തെ ഒരു വിഭ്രാന്തി അവർക്ക് കാണാൻ സാധിക്കും. എന്ന പോലെ ചിലരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇശാൻ നിസ്കരിച്ച ഉടനെ ഓടും. കാരണം എന്താ, ഇനി സുബഹി വരെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. അതുകൊണ്ട് ഇശാ നിസ്കരിച്ചതിന് ശേഷം ഈ കള്ളുടിച്ച് കഴിഞ്ഞാലും അതിന്റെ ഹാങ് ഓവർ മാറും സുബഹി ആകുമ്പോഴേക്ക്, അപ്പൊ ടൈമുണ്ട്. ഇനി സുബഹി കഴിഞ്ഞാൽ ദുഹർ വരെയും കുറച്ച് ടൈമുണ്ട്. പക്ഷെ പിന്നീട് ഇനി ഇശാ വരെ സമയം ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ട് അങ്ങനെ
അവര് രണ്ടാമത്തെ ഘട്ടം എന്ന രൂപത്തിൽ അങ്ങനത്തെ ഒരു ഭാഗികമായ നിരോധം നിലനിന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിലൂടെ നമ്മളെ പഠിപ്പിച്ചു, ഓ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. ഈ രണ്ടായത്തുകൾ ബഹുമാനപ്പെട്ട സഹാബിമാരിൽപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ കുറെ ആളുകൾക്ക് അന്ന് സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൽക്കാരത്തിലെ പ്രധാനപ്പെട്ട വിഭവം മദ്യം തന്നെ ആയിരിക്കും. ആ മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ കേറി വന്നിട്ട് ഉടനെ തന്നെ പറയണത്, അല്ല നിങ്ങൾക്ക് വാർത്ത എത്തിയില്ലേ, നിങ്ങൾ ന്യൂസ് അറിഞ്ഞില്ലേ എന്ന് വെച്ചു. എന്താ ഫ്ലാഷ് ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. എന്താ ബ്രേക്കിംഗ് ന്യൂസ്? അത് വേറൊന്നല്ല, മദ്യം അല്ലാഹു തആല സമ്പൂർണമായി നിരോധിച്ചിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരുപാട് സഹാബികൾക്ക് ഞാനിങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യം അല്ലാഹു പൂർണ്ണമായി വിലക്കിയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിലൊരു ഡിക്ലറേഷൻ വന്നിരിക്കുന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞതോടുകൂടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സഹാബികൾ കയ്യിലുള്ളവർ അതവിടെ വെച്ചു. അതേപോലെ ഒഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർ വേണ്ടെന്ന് വെച്ചു. എല്ലാ സഹാബികളും ഇനി ആ റിപ്പോർട്ട് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ നിൽക്കാതെ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ എന്ന് പോലും ചോദിക്കാതെ അവിടെ തന്നെ അത് ആ കള്ളുകൂടി അവർ നിർത്തിവെച്ചു. ബഹുമാനപ്പെട്ട സഹാബത്തിനെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാകപ്പെടുത്തിയെടുത്തപ്പോണ്ടായ ആത്മീയമായ പരിവർത്തനത്തിന്റെ സന്തോഷകരമായ വിജയമാണ് നമ്മളിവിടെ കാണുന്നത്. അതേസമയത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മദ്യനിരോധം ഘട്ടം ഘട്ടമായിട്ട് മദ്യം നിരോധിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു, 5 സ്റ്റാർ ബാറുകൾക്കല്ലാത്ത ഒന്നിനും കൊടുക്കേണ്ട തീരുമാനിച്ചു. പക്ഷെ വാസ്തവത്തിൽ കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അടുത്ത ദിവസം പറഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല, എന്ത്, ഈ മദ്യം 5 സ്റ്റാർ ബാറുകളല്ലാത്ത ബാറുകളൊക്കെ നിർത്തിവെച്ചതോടുകൂടെ ഒരു 100-300 വീടുകളെങ്കിലും, അല്ലെങ്കിൽ ഒരു വലിയ ശതമാനം വീടുകൾ ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ട്, ബാറുകളായി മാറിയിട്ടുണ്ട്. കാരണം എന്താ, ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നെല്ലാം മദ്യം ലഭിക്കും. ആ ലഭിക്കുന്ന മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ട് നേരത്തെ ഈ ശല്യം എവിടെങ്കിലും പോയിട്ട് തൊലയുമായിരുന്നു എന്നത് ഇപ്പൊ സ്വന്തം വീട്ടിൽ നേരത്തെ കുടിച്ചതിന് ശേഷമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ പെണ്ണുങ്ങള്. അതേ സമയത്ത് ഇപ്പൊ കുപ്പിയും ഗ്ലാസും അച്ചാറും റെഡിയാക്കി കൊടുക്കുന്ന പണിയും കൂടെ അവരെടുക്കേണ്ട അവസ്ഥയാണ് എന്നുള്ള ഒരു സംഗതി പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ മനസ്സ് പാകപ്പെട്ടു കിട്ടിയ ഒരു വിഭാഗത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിവർത്തിപ്പിച്ചതിന്റെ സന്തോഷവും, അതേസമയത്ത് ഭൗതിക നിയമത്തിന്റെ ഉമ്മാക്കി കാട്ടി ഒരു മനുഷ്യനെ സമുദ്ധരിക്കാൻ സാധിക്കുമോ എന്ന ശ്രമത്തിൽ ഭൗതികന്മാര് പരാജയപ്പെടുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയും നമുക്ക് ഈ രണ്ട് സംഭവത്തിന്റെ വ്യത്യസ്തമായ സമീപനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചത്, നിയമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായിട്ട് എന്ത് വരുത്തുന്നു, മാറ്റം വരുത്തുന്നു. അപ്പോൾ ഈ നിയമം വന്നതോടുകൂടി, അപ്പൊ നസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതിന് നേരത്തെ റാസി ഇമാം റളിയല്ലാഹു അൻഹു അവരുടെ പണ്ഡിതന്മാരുടെ ഇസ്തിലാഹ്, അവരുടെ സാങ്കേതിക പ്രയോഗത്തിലുള്ള ഇത് പറഞ്ഞതാണ് എന്ത്, ശർഈയായ നിയമത്തിലൂടെ വഴിയിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു നിയമത്തെ മറ്റൊരു നിയമം മുഖേന മാറ്റിവെക്കുക എന്നാണ് നസ്ഖ് എന്ന് പറഞ്ഞാൽ. ഈ പുതിയ നിയമം വന്നില്ലായിരുന്നുവെങ്കിൽ എന്തുണ്ടാവില്ലായിരുന്നു, പഴയ നിയമം അങ്ങനെ തന്നെ നിലനിൽക്കുമായിരുന്നു. അപ്പോ നിങ്ങൾക്ക് മദ്യം അല്ലാഹു തആല വിലക്കിയിരിക്കുന്നു, അത് നിങ്ങൾ നിർത്തുന്നില്ലേ എന്ന ചോദ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും എന്താവുമായിരുന്നു, കുടിക്കാമെന്ന നിയമം നിലനിൽക്കുമായിരുന്നു. ഇതിനാണ് എന്തെന്ന് പറയാ, നസ്ഖ് അല്ലെങ്കിൽ ദുർബലപ്പെടുത്തൽ എന്ന് പറയുക. അപ്പൊ ആ നിലക്കുള്ള ദുർബലപ്പെടുത്തൽ എന്ന സംഗതി അതിപ്പോ എങ്ങനെ ശരിയാകുമോ എന്നൊരു ചർച്ച ചിലരൊക്കെ നടത്തിയിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അന്നസ്ഖു ഇൻദനാ ജായിസുൻ അഖലൻ വാഖിഉൻ സമഅൻ. നമ്മുടെ അടുത്ത് അങ്ങനെ ദുർബലപ്പെടുത്തൽ എന്നത് ശരിയാണ്, അങ്ങനെ സംഭവിക്കുമെന്നത് ബുദ്ധിപരമായി അത് ഓക്കെയാണ്. കാരണം എന്താ, നസ്ഖ് എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തിന് മാറ്റം വരുത്തുക. അത് നിയമം നിർമ്മിക്കാൻ യോഗ്യതയുള്ള അതിന്റെ അതോറിറ്റി, ആ അതോറിറ്റി തന്നെ എന്ത് മാറ്റുന്നു, നിയമം മാറ്റുന്നു.
ആ നിയമം മാറ്റുന്നതിന് അതിൻ്റെതായ കാരണങ്ങളും വ്യവസ്ഥകളും അതിന്റെ കാര്യകാരണ ബന്ധങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന, വരുമരായികളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള അള്ളാഹു ആണ്, അല്ലെങ്കിൽ അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ മാറ്റങ്ങൾ വരുത്തുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാകുന്നത് ബുദ്ധിപരമായി അതിന് യാതൊരു തടസ്സമല്ല. കാരണം എന്താ, ഇപ്പൊ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതപരമായിട്ടുള്ള അവരുടെ ആ ഒരു സ്വഭാവത്തിന്റെ ഉയർച്ച ഘട്ടം ഘട്ടമായിട്ട് വരുമ്പോ ഓരോ സംഗതികൾ പുതിയതായിട്ടുള്ള നിയമങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരാണ്. ഈ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാനും അത് താങ്ങാനുമുള്ള പരുവത്തിലേക്ക് അവരെ പരിവർത്തിപ്പിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാവകാശം എടുക്കുമ്പോ സ്വാഭാവികമായും ഒരൊറ്റ ദിവസം തന്നെ എല്ലാ നിയമങ്ങളും ഒന്നിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ശൈലി അതല്ല ആര് സ്വീകരിച്ചിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഓരോ ഘട്ടങ്ങളിൽ അതാത് കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിലാണ് അള്ളാഹു തആല നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുർബലപ്പെടുത്തൽ എന്നത് പണ്ട് അങ്ങനെയും അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ വേണമെന്ന് എന്ത് ചെയ്യേണ്ടതില്ല, വാശി പിടിക്കേണ്ടതില്ല. ആരുടെ വിഷയത്തിൽ? ത്രികാലജ്ഞാനിയായ റബ്ബെടുക്കുന്ന തീരുമാനത്തിൽ, അല്ലെങ്കിൽ അള്ളാഹു തആല നൽകിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് യോഗ്യരായ ആളുകൾ എടുക്കുന്ന നിയമത്തിൽ ആ വാശി പിടിക്കരുത് എന്ന് വെച്ചെന്ന നമ്മളെല്ലാവരും ഇനി നിയമം മാറ്റാനും ദുർബലപ്പെടുത്താനും പുതിയതുണ്ടാക്കാനും ശ്രമിക്കാനോട്ട് പാടില്ല. അതാണ് ഇപ്പൊ നമ്മുടെ പൗരോഹിത്യം എന്ന് പറയുന്ന സംഭവം. അതാണ് നമ്മുടെ ബിദഅകളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പൊ വഹാബികളിലൊക്കെ നമ്മൾ കാണുന്ന എത്ര ഗ്രൂപ്പായി എന്ന് ആർക്കും പിടിയില്ലാത്ത ഒരവസ്ഥ, ആ അവസ്ഥയൊക്കെ കാണുന്നത് അതുകൊണ്ടാണ്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയണം, അപ്പോ നിയമം നിലവിലുണ്ടായെന്ന് ദുർബലപ്പെടുത്തുക എന്നത് ബുദ്ധിപരമായി അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായത് അക്കാലത്തും, അതേ സമയത്ത് അതിനേക്കാൾ അനുയോജ്യമാകുന്ന മറ്റൊരു നിയമം മറ്റൊരു കാലത്തേക്ക് ബാധകമാണെങ്കിൽ അത് ആ കാലത്തും ഡിക്ലെയർ ചെയ്യുക എന്നത് ഒരിക്കലും തന്നെ എന്തല്ല, ബുദ്ധിപരമായി കുഴപ്പമല്ല. രണ്ടാമത്തത് വാക്യവും സംആൻ, അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിന് നമുക്ക് ധാരാളം തെളിവുകൾ എന്താക്കാൻ പറ്റും, കാണാൻ പറ്റും. അതേസമയത്ത് ജൂതന്മാര് അതിനെ നിരാകരിച്ചവരാണ്. അതേസമയത്ത് വേറെയും ചില ആളുകൾ നമ്മളെ കൂട്ടത്തിലും എന്തുണ്ട്, നസ്ഖ് പറ്റൂല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നസ്ഖ് ദുർബലപ്പെടുത്തൽ എന്നത് അത് അനുവദനീയമാണെന്നും അത് സംഭവിച്ചിട്ടുണ്ടെന്നതിനും ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി വഹത്തജൽ ജുംഹൂർ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഭൂരിപക്ഷം ആളുകൾ അവര് നസ്ഖ് പറ്റും, അഥവാ ദുർബലപ്പെടുത്തൽ എന്നത് ഇസ്ലാമികമാണ് എന്ന് സ്ഥിരീകരിക്കുന്നവരാണ്. അവര് തെളിവ് പിടിച്ചു അലാ ജവാസിൻ നസ്ഖി വവഖൂഇഹി, ഇങ്ങനെ ദുർബലപ്പെടുത്തൽ അനുവദനീയമാണെന്നും അത് സംഭവ്യമാണ് എന്നതിനും അവര് തെളിവ് പിടിച്ചു. എന്തുകൊണ്ട്? പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിഹി, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ തെളിവുകൾ, നബി സല്ലല്ലാഹു തങ്ങൾ നബിയാണ്, പ്രവാചകനാണ് എന്നതിന് ഉള്ള തെളിവുകൾ ലാ തസിഹു ഇല്ലാ മഅൽ ഖൗലി ബിനസ്ഖി ശറഇ മിൻ ഖബ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുള്ള ശരീഅത്തുകളെ ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞാലല്ലാതെ എന്താവൂല, ആ തെളിവുകളൊന്നും സാധുവാവൂല, അതൊന്നും ശരിയാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബിയാണ് എന്ന് പറയുന്ന സംഗതി അത് സ്ഥിരീകരിക്കണമെങ്കിൽ അതിന്റെ മുമ്പുള്ളതൊക്കെ ദുർബലപ്പെടുത്തപ്പെടുന്ന ഒരു കണ്ടീഷനിലാണ് അള്ളാഹു തആല നബി തങ്ങളെ നിയോഗിക്കുന്നത്. അപ്പൊ പിന്നെ ദുർബലപ്പെടുത്താനേ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു തങ്ങളുടെ പ്രവാചകത്വത്തെ തന്നെ നിരാകരിക്കുന്ന ഒരവസ്ഥ വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, പിന്നെ ജാഅഫി തൗറാത്തി, തൗറാത്തിൽ വന്നിരിക്കുന്നു അന്നല്ലാഹ തആല ഖാലൽ നൂഹ് അലൈഹിസ്സലാം ഇൻദ ഖുറൂജിഹി മിനൽ ഫുൽക്കി, കപ്പലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ജൂദിയ പർവ്വതത്തിന്റെ മേൽ കപ്പലുടെ നങ്കൂരമിട്ട് അവിടെ നിന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമും ഒപ്പുള്ള ആളുകളും പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്നി ജഅൽതു കുല്ല ദാബത്തിൻ മഅ്കലൻ ലക വലി ദുർരിയതിക, ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും നിങ്ങൾക്ക് നിങ്ങളുടെ സന്താന പരമ്പരക്കും ഭക്ഷണമായി ഉപയോഗിക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു. വാത്തിലഖ്തു ദാലിക ലക്കും കനബാത്തിൽ അശബി മാ ഖലദ്ദമ ഫലാ തഅകുലുഹു. അല്ലാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അതാ വിട്ടു തന്നിരിക്കുകയാണ്. ഏതുപോലെ? ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സസ്യങ്ങൾ പോലെ, ആ സസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ എല്ലാ ജീവികളുടെയും മാംസം ആർക്ക് തിന്നാം, നിങ്ങൾക്ക് തിന്നാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. പക്ഷെ രക്തം ഒഴിവാക്കണം എന്നും അള്ളാഹു തആല ഉണർത്തി, അത് കഴിക്കരുതെന്നും പറഞ്ഞു. എന്നാലോ സുമ്മ ഇന്നഹു തആല ഹറമ അലാ മൂസ, പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മേലിൽ അള്ളാഹു തആല വിലക്കി, വഅലാ ബനി ഇസ്രായീല, ഇസ്രായേലികളുടെ മേലും അള്ളാഹു വിലക്കി, കസീറൻ മിനൽ ഹയവാനി, ഒരുപാട് ജീവികളെ കഴിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ?
ഒരുപാട് ജീവികളെ കഴിക്കാൻ പാടില്ല എന്ന നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ ഉണ്ടാക്കി. ഇത് ഈ ജൂതന്മാരും അംഗീകരിക്കണ തന്നെയല്ലേ? അപ്പൊ പിന്നെ ദുർബലപ്പെടുത്തൽ എന്നൊരു പ്രക്രിയ അത് പറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ശരിയാവുക എന്നതിനുള്ളൊരു ജൂതന്മാരുടെ ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കാന ആദം അലൈഹി ഇസ്ലാം, ആദം നബി അലൈഹി ഇസ്ലാം ആയിരുന്നു യുസവ്വിജുൽ ഉഖ്ത മിനൽ അഖി, ഒരു സഹോദരിയെ മറ്റൊരു സഹോദരന് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. അല്ലെ? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഹവ്വാ ബീവി പ്രസവിക്കുന്ന ഒരാണും ഒരു പെണ്ണും ഒരേ പ്രസവത്തിൽ 2 കുട്ടികൾ, ഒന്നിലുള്ള ആൺകുട്ടിയെ അടുത്ത പ്രസവത്തിലുള്ള പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ചെറിയ അകലം പ്രാപിച്ചുകൊണ്ട് പിന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. അതേസമയത്ത് ഹറമഹു അദദാലിക്കല മൂസാ അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കിയിട്ടുണ്ടല്ലോ. ഇതാർക്കറിയാലോ? ജൂതന്മാർക്കറിയാലോ. അപ്പൊ പിന്നെ ശറഇൽ എന്ത് പറ്റൂല? പിന്നെ ദുർബലപ്പെടുത്തൽ എന്നൊരു പ്രക്രിയയെ സാധ്യമല്ല എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ എന്തല്ല, ശരിയല്ല എന്ന് നമുക്ക് പറയാം. ഏതായാലും ശരി, അങ്ങനെ ദുർബലപ്പെടുത്തൽ എന്ന സംഭവം ഉണ്ട്. അത് ഖുർആനിൽ തന്നെ നമുക്ക് അതിന്റെ തെളിവുകൾ കാണാൻ സാധിക്കും എന്നതിന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇത്തഫഖു അലാ വുഖൂഇൻ നസ്ഖ് ഫിൽ ഖുർആൻ, ഖുർആനിൽ തന്നെ ദുർബലപ്പെടുത്തൽ എന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നത് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞു. എന്നാൽ വക്കാല അബൂ മുസ്ലിം ഇബ്നു ബഹർ, അബൂ മുസ്ലിം എന്ന് പറയുന്ന ഒരു പിന്നെ വ്യാഖ്യാതാവ്, അദ്ദേഹം പൊതുവിൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എല്ലാത്തിലും സ്വീകരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ഒരാളാ. അദ്ദേഹം പറഞ്ഞു ഇന്നഹു ലം യഖ, അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, നസ്ഖിന്റെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത് പ്രബലല്ല, തീരെ പരിഗണിക്കേണ്ടതും അല്ല. അതേസമയത്ത് വഹ്തജൽ ജുംഹൂറു അലാ വുഖൂഇഹി ഫിൽ ഖുർആനി ബിവുജൂഹിൻ, ഖുർആനിൽ തന്നെ ദുർബലപ്പെടുത്തൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതിന് കുറെ തെളിവുകൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, ഹാദിഹിലായ ഈ ആയത്ത് തന്നെ, ഏത്? വഹിയ ഖൗലുഹു തആല മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. ഒരായത്തിനെ നമ്മൾ ദുർബലപ്പെടുത്തുമ്പോഴൊക്കെ അല്ലെങ്കിൽ അത് വിസ്മരിപ്പിക്കുമ്പോഴൊക്കെ നഅതി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാളും മെച്ചപ്പെട്ടതിനെയോ അല്ലെങ്കിൽ തത്തുല്യമാതിനെയോ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എന്താക്കുന്നുണ്ട്? ദുർബലപ്പെടുത്തുന്നുണ്ട് എന്ന് പച്ചയായിട്ട് തന്നെ ആര് പറഞ്ഞല്ലോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അതാണ് ഒരു തെളിവ്. രണ്ടാമത്തത് പിന്നെ അന്നല്ലാഹു തആല അമറൽ മുതവഫി അൻഹാ സൗജുഹാ, ഭർത്താവ് മരണപ്പെടുന്ന ഭാര്യയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു ബിൽ ഇഅ്തിദാദി ഹൗലൻ കാമിലൻ, പൂർണ്ണമായി ഒരു കൊല്ലം ഇദ്ദ ഇരിക്കണം എന്ന് കൽപ്പിച്ചിരുന്നു ആദ്യകാലത്ത്. വദാലിക ഫീ ഖൗലിഹി, അതെവിടെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജിൻ ഫഇൻ ഖറജന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫ് വല്ലാഹു അസീസുൻ ഹകീം. സൂറത്തുൽ ബഖറയുടെ 240 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത്? വല്ലദീന യുതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവർ, വയദറൂന അസ്വാജൻ, ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന അഥവാ ഭാര്യമാര് ജീവിച്ചിരിപ്പുള്ള അവസ്ഥയിൽ മരിച്ചു പോകുന്ന ഭർത്താക്കന്മാർ, അവരുടെ ഭാര്യമാർക്ക് 1 കൊല്ലം ഇദ്ദ ഇരിക്കണം എന്ന് വസിയ്യത്ത് നൽകിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവര് പോകേണ്ടത്. അല്ലെങ്കിൽ 1 കൊല്ലം എന്ത് ചെയ്യണം? ഇദ്ദ ഇരിക്കണം. അപ്പൊ ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് 1 കൊല്ലം ഇദ്ദ ഇരിക്കണം എന്ന നിയമമാണ് എവിടെ ഉണ്ടായിരുന്നത്? ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്നാലോ സുമ്മ നുസിഖ ദാലിക ബി 4 അശ്ഹുരിൻ വഅശറ, പിന്നീട് 4 മാസവും 10 ദിവസവും എന്നുള്ള പുതിയ നിയമം കൊണ്ട് അതിനെ ദുർബലപ്പെടുത്തപ്പെട്ടു. അതെങ്ങനെ? കമാ ഖാല, അല്ലാഹു തആല പറഞ്ഞല്ലോ, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശറ فإذا بلغنا أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. വല്ലദീന യുതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവർ, വയദറൂന അസ്വാജൻ, ഭാര്യമാരെ ഉപേക്ഷിച്ചാലും ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെ മരിച്ചു പോകുന്നവർ, യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന, ആ ഭാര്യമാര് അവരുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? അവർ പ്രതീക്ഷിക്കണം, അഥവാ ഇദ്ദാ കാലാവധി ദീക്ഷാവേള അവർ പിന്നെ ശ്രദ്ധിക്കണം. 4 അശ്ഹുരിൻ വഅശറ, 4 മാസവും 10 ദിവസവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ബഖറയുടെ 234 ആയത്തിൽ. അപ്പോ സൂറത്തുൽ ബഖറയുടെ തന്നെ 240 ആയത്തിൽ പറയുന്ന വിധിയെ
234 ആയത്തിൽ പറയുന്ന വിധി എന്താക്കുന്നു? ദുർബലപ്പെടുത്തുന്നു. 1 കൊല്ലം വിദ്യ ഇരിക്കണം എന്ന് പറഞ്ഞത് ആദ്യകാലത്താണ്. പിന്നീട് എന്താക്കിയിട്ടുണ്ട്? അത് 4 മാസവും 10 ദിവസവും എന്നാക്കി ചുരുക്കിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് നസ്ഖ് നടക്കും. മൂന്നാമത്തത് അമറല്ലാഹു തആല ബി തഖദീമി സദഖത്തി ബൈന യദൈ നജ്വർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോ ആ റസൂലുള്ളാഹിനോടുള്ള അഭിസംബോധനയുടെ മുന്നേ എന്തെങ്കിലും ഒരു ധർമ്മം ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരുന്നു. അതേതാ? സൂറത്തുൽ മുജാദിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജൈതുമുർ റസൂൽ ഫഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖ ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഭിമുഖ സംഭാഷണം നടത്തുന്ന സമയത്ത് അതിനു മുന്നേ എന്ത് ചെയ്യണം? ഒരു ധർമ്മം നിങ്ങൾ മുന്നോട്ട് വെക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. എന്നാലോ പിന്നീട് ആ വിധി സുമ്മനുസിഖ ദാലിക, ആ വിധി പിന്നീട് എന്താക്കപ്പെട്ടു? ദുർബലപ്പെടുത്തപ്പെട്ടു. എങ്ങനെ? നിങ്ങൾ കണ്ടോളൂ. അഷ്ഫഖതും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത് ഫഇദ ലം തഫ്അലു വതഅബല്ലാഹു അലൈക്കും ഫഅഖീമുസ് സ്വലാത വആതുസ് സകാത വഅതിഉല്ലാഹ വറസൂല വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ എന്ന 13-ാമത്തെ സൂറത്തുൽ മുജാദിലയുടെ 12-ാമത്തെ ആയത്തിലാണ് സദഖ എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്ന അവസ്ഥ വന്നാൽ അതൊരിക്കലും തന്നെ എന്താക്കേണ്ടതില്ല, അത്ര വലിയ കാര്യമായിട്ട് കാണേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത് 13-ാമത്തെ ആയത്തിൽ തന്നെ വന്നു. ദുർബലപ്പെടുത്തലിന്റെ നസ്ഖിന്റെ മറ്റൊരു ഉദാഹരണം. മറ്റൊന്ന് അൽ ഹുജ്ജത്തുർ റാബിയ 4-ാമത്തെ തെളിവ് അന്നഹു തആല അമറ ബി സബാത്തിൽ വാഹിദിൽ അശറ. 10 ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ സ്ഥിരതയോടുകൂടെ ഉറച്ചു നിന്നോളണം അയാളോട് പൊരുതാൻ എന്ന് ആദ്യകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഥവാ യുദ്ധം അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടതിനു ശേഷം, നിയമം തന്നെ ആക്കപ്പെടാത്ത കാലാവധിയാണ് മക്കയിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഓർക്കണം. എന്നാൽ പിന്നീട് യുദ്ധം അനുവദിക്കപ്പെട്ട ഒരു ഘട്ടം, ആ ഘട്ടം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം 10 ശത്രുക്കൾ ഉണ്ട് ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം 10 ശത്രുക്കളോട് പൊരുതണമെന്നായിരുന്നു. ബിഖൗലിഹി തആല. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ത്? ഇയകും മിൻകും 20 യാ അയ്യുഹൻ നബിയ്യു ഹർറിൽ മുഅ്മിനീന അലൽ ഖിതാൽ ഇയകും മിൻകും 20 സാബിറൂന യഗ്ലിബൂ 100 وإن يكن منكم 100 يغلبوا 1000 من الذين كفروا بأنهم قوم لا يفقهون. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംഫാലിന്റെ 65-ാമത്തെ ആയത്തിൽ പറയാണ്, ഓ നബിയെ, സത്യവിശ്വാസികളോട് പോരാട്ടത്തിനുള്ള പ്രേരണ തങ്ങൾ സജീവമായി നൽകണം. എന്നിട്ട് ആ പ്രേരണ കൊടുത്തുകൊണ്ട് സഹാബത്തിനെ പോരാട്ടത്തിന്റെ രംഗത്ത് സജീവമാക്കി നിലനിർത്തുമ്പോ അവിടെ അവർക്ക് അല്ലാഹു തആല നൽകുന്ന നിർദ്ദേശമാണ് ഈ യകും മിൻകും 20 സാബിറൂൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ക്ഷമാശീലന്മാരായ 20 ആളുകൾ ഉണ്ടെങ്കിൽ യഗ്ലിബൂ 100 200 ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അവര് മതി. അപ്പൊ 200 ശത്രുക്കൾക്ക് 20 ആള്, അഥവാ 10 ശത്രുവിന് 1 ആള് എന്ന തോതിലുള്ള സംഖ്യാവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിന്റെ രംഗത്തുനിന്ന് പുറകോട്ട് മാറാൻ പാടില്ല എന്ന നിലപാടായിരുന്നു ആദ്യകാലത്ത് ബഹുമാനപ്പെട്ട ഇസ്ലാമിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 100 ആളുണ്ടെങ്കിൽ 1000 ആളോട് പൊരുതണം. അതേപോലെ 200 ആളുണ്ടെങ്കിൽ 2000 ആളോട് 20,000 ആളോട് പൊരുതണം. 20 ആളുണ്ടെങ്കിൽ 200 ആളോട് പൊരുതണം എന്നിങ്ങനെയുള്ള സംഖ്യാവ്യത്യാസത്തിന്റെ ശൈലിയായിരുന്നു ആദ്യകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതെങ്കിൽ പിന്നീട് അല്ലാഹു തആല പറയുന്നു, അൽ ആന ഖഫഫല്ലാഹു അൻകും വഅലിമ അന്ന ഫീകും ളഅഫ فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله والله مع الصابرين. അല്ലാഹു തആല പിന്നീട് ബഹുമാനപ്പെട്ട സഹാബത്തിനോട് തന്നെ പറയാണെന്ത്? അൽ ആന ഖഫഫല്ലാഹു അൻകും, ഇപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് ലഘൂകരണം തന്നിരിക്കുന്നു. അതായത് ഒരു മുസ്ലിം 10 ശത്രുവിനോട് പൊരുതണം എന്ന നിലപാടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് വരുത്തിയിരിക്കുന്നു. എങ്ങനെ ഇളവ് വരുത്തിയത്? ഇളവ് വരുത്താൻ കാരണം എന്താ? വഅലിമ അന്ന ഫീകും ളഅഫ,
നിങ്ങൾക്ക് ബലഹീനതയുണ്ടെന്ന് അള്ളാഹു തആല അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട സഹാബത്തിനോടാ പറയണത്. ആരാ സഹാബികൾ? അവരുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ നമുക്ക് വാസ്തവത്തിൽ ആലോചിക്കാൻ പോലും കഴിയാത്ത സംഗതിയാൽ അല്ലേ? എന്നാൽ എന്തിനും റെഡി ആയിട്ടുള്ള സഹാബത്ത്. അയ്യദദ്ദീന ബിഖൗമിൻ ഖാദത്തിൻ വസാദതി നാസറു വഹാജറു വജാഹദൂ ലിൽ മില്ലതി. മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി അയ്യദദ്ദീന, ഈ ദീനിനെ അല്ലാഹു തആല ശക്തിപ്പെടുത്തി. എങ്ങനെ? ബിഖൗമിൻ ഖാദത്തിൻ വസാദത്തിൻ, നേതാക്കളും സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ളവരുമായ ഒരു വലിയ വിഭാഗത്തെ കൊണ്ട് അല്ലാഹു തആല ഈ മതത്തെ ശക്തിപ്പെടുത്തി. എന്താണ് അവർ ചെയ്തത്? നാസറു വഹാജറു വജാഹദൂ ലിൽ മില്ലതി, ഈ ദീനിനെ സഹായിക്കാൻ അവർ കൈകോർത്തു. അതേപോലെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം നാട് വിട്ടു പോകാൻ അവർ തയ്യാറായി. ത്യാഗത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പോരാട്ടത്തിന്റെ ഭൂമിയിൽ സജീവമായി ഇറങ്ങി. ആ പോരാട്ടത്തിന്റെ ഭൂമിയിൽ ഇറങ്ങിയ മഹാന്മാരെ സംബന്ധിച്ച് അതാ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നത് എന്താണ്? എത്ര വലിയ വ്യക്തമായിട്ടുള്ളൊരു വിവരണം സഹാബത്തിനെ സംബന്ധിച്ച്. അവർ വലിയ താഴ്മയുള്ളവരാണ്, വലിയ ഭക്തന്മാരാണ്. എവിടെ? ഫീ മഹാരിബില്ലഹും, അവരുടെ മെഹ്റാബുകളിൽ, അവരുടെ നിസ്കാര സ്ഥലങ്ങളിൽ. ബഹുമാനപ്പെട്ട സഹാബത്ത് നിസ്കരിക്കുന്ന സമയത്ത് എന്തൊരു വലിയ ഭക്തിയാണ് അവരുടെ മനസ്സിൽ, എന്തൊരു വലിയ താഴ്മയാണ് അവരുടെ ജീവിതത്തിൽ. ഞാനൊന്നുമല്ല എന്ന ചിന്ത ബഹുമാനപ്പെട്ട സഹാബത്ത് സ്വീകരിക്കുകയാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കിയേ. അവിടെ നിന്ന് എന്തൊരു വലിയ താഴ്മയാ കാണിച്ചത്. സമൂഹത്തിന്റെ കൂട്ടത്തിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്തുള്ളയാളാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ എന്നിട്ടും മഹാനായ സിദ്ദീഖ് തങ്ങളുടെ വിനയം എങ്ങനെയാ? ബഹുമാനപ്പെട്ട ചരിത്രം പറയുന്നത് ഉണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുള്ളത് എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ നെഞ്ചത്ത് മുളക്കുന്ന രോമത്തിന്റെ ആ ഒരു സ്ഥാനമെങ്കിലും എനിക്ക് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നെഞ്ചത്ത് മുളക്കുന്ന രോമമാവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. അഥവാ ഞാനൊരു സെപ്പറേറ്റ് മനുഷ്യനായി ജനിച്ചപ്പോ ഒരു സത്യവിശ്വാസിയുടെ നെഞ്ചത്ത് മുളക്കുന്ന രോമത്തിന്റെ സ്ഥാനം പോലും എനിക്കുണ്ടെന്ന് അവകാശപ്പെടാൻ അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവറുള്ള മുവഹിദായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴ്മ കൊണ്ട് ധൈര്യപ്പെട്ടില്ല. അതേസമയത്ത് ഇന്നിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ടൊന്ന് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വല്ലാത്ത കുത്തുബുൽ അഖ്താബായി നമ്മൾ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയാണ് അല്ലേ? ബഹുമാനപ്പെട്ട ഞാൻ എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഓരോരുത്തരും നിൽക്കണേ. എന്നെ കൊണ്ടൊക്കെ അല്ലാതെ ഇങ്ങനെ പറ്റുമോ? എന്തെങ്കിലും ചെറുതായിട്ടൊരു സംഗതി ചെയ്താൽ മലമറിച്ച് ഒരു അവകാശവാദം ഉന്നയിക്കാൻ എനിക്കുങ്ങൊന്നും ഒരു മടിയുമില്ല. ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അല്ലേ എന്ന് പറയാൻ നമുക്കിന്ന് യാതൊരു മനസാക്ഷിക്കുത്തും അനുഭവപ്പെടുന്നില്ല. അതേ സമയത്ത് ഈ ദീനിനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടക്കാൻ ഭാഗ്യം കിട്ടിയ സിദ്ദീഖ് തങ്ങൾ ചില്ലറക്കാരനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ബർക്കത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വഫാത്ത് കഴിഞ്ഞതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഒരാൾ പറയാണ്, എന്ത്? അവർക്ക് പിന്നെ പറയാനുള്ള സംഗതി എന്താ വെച്ചാല് പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തണുപ്പനായ ആളല്ലേ, നിങ്ങളല്ലേ ഇന്നു വാസ്തവത്തിൽ ഭരണാധികാരി ആകേണ്ടത്, കുറച്ച് ഉഷാറും സ്ട്രോങ്ങും ഒക്കെ ഉള്ള നിങ്ങൾക്കല്ലേ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അല്പം ഒന്ന് സ്ഥാനം കുറച്ചുകൊണ്ട് തന്നെ ഒന്ന് ജാക്കി വെച്ചുകൊണ്ട് ഒരാള് ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അദ്ദേഹം ദുരുദ്ദേശത്തോടെ പറഞ്ഞതാവണമെന്നൊന്നുമില്ല. ഒരഭിപ്രായം പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനുഷ്യനെ കൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, എടോ മേലിൽ നീ അങ്ങനെ വല്ല വർത്തമാനവും പറഞ്ഞാൽ നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന കേമനായ സഹാബി പറയുന്ന വർത്താനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ ബഹുമാനപ്പെട്ടവർ പറയണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആ സൗറുമലയുടെ മുകളിലുള്ള ഗുഹയിൽ കഴിച്ചുകൂട്ടിയ 3 ദിവസത്തിലെ ഒരു മൈക്രോ സെക്കൻഡിന്റെ സ്ഥാനത്തേക്ക് ഈ ഉമറിന്റെ ജീവിതം മൊത്തം കൂട്ടിയാലും സ്ഥാനത്തിലെത്തൂല മോനെ. ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മറ്റുള്ളവരുടെ നന്മ കാണാനുള്ള വല്ലാത്തൊരു താല്പര്യം, മനസ്സ് തെളിവുണ്ടെങ്കിൽ അല്ലാതെ ഇതിന് സാധിക്കില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഉമർ എത്ര കാലം ജീവിച്ചാലും, എത്ര തന്നെ ഞാൻ എന്തൊക്കെ ചെയ്താലും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പ്രതികൂല സാഹചര്യത്തിൽ ജീവൻ കയ്യിൽ പിടിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം ഒരു അപകടം വരാൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ നാലുപാടും റസൂലുള്ളാഹിനെയും സിദ്ദീഖ് തങ്ങളെയും തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങളെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഭ്രാന്തമായ ഒരവസ്ഥയിൽ മക്കയുടെ പരിസരങ്ങളും പ്രാന്തപ്രദേശങ്ങളും മുഴുവനും അരിച്ചു പെറുക്കി തെരഞ്ഞുകൊണ്ട് ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടിയ ആ സമയത്തിലെ ഒരു മൈക്രോ സെക്കൻഡിന്റെ സ്ഥാനത്തേക്ക് പോലും അതായി ഉമറിന്റെ ജീവിതം മൊത്തം കൂട്ടിയാലും എത്താൻ പറ്റൂല. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനെക്കാൾ ഭരണം ഏറ്റെടുക്കാൻ യോഗ്യത എനിക്കാണെന്ന് മേലിൽ നീ ഒരാളോടും പറഞ്ഞു പോകരുത്. നമ്മളിപ്പോ ഒരാൾ ഇങ്ങോട്ട് ജാക്കി വെക്കാൻ പൊക്കി പറഞ്ഞാൽ നമുക്ക് തോന്നുന്നതാ അനക്കെങ്കിലും അന്തണ്ടായാലോ എന്നേക്കും അല്ലേ. അതേ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിനെയും അതും നബിതങ്ങളോടൊപ്പം 3 കഴിച്ചുകൂട്ടിയ ആ പ്രത്യേകിച്ച് ചരിത്രത്തിലെ ഒരു വല്ലാത്തൊരു ടേണിംഗ് പോയിന്റ് ആയി പരിഗണിക്കപ്പെട്ടിട്ടുള്ള ആ 3 ദിവസത്തെ ജീവിതം, അതിലെ ഒരു മൈക്രോ സെക്കൻഡിന്റെ സ്ഥാനം ഉമർ ബിൻ ഖത്താബിന്റെ ജീവിതത്തിലെ മൊത്തം ഇബാദത്തുകളും കൂടെ അതിനോടൊന്ന് കമ്പയർ ചെയ്താൽ ആ അബൂബക്കർ സിദ്ദീഖിന്റെ 1 മിനിറ്റ് നേരത്തേക്ക് എന്താക്കൂല, എന്റെ ജീവിതം മൊത്തം എത്തൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറയാ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണത് എന്ത്, യാ ലൈതനി ശഅറു സദ്രിൽ മുഅ്മിൻ, ഞാനൊരു സത്യവിശ്വാസിയുടെ നെഞ്ചത്ത് മുളക്കുന്ന രോമമായാൽ മതിയായിരുന്നു. മുഅ്മിനായ മനുഷ്യന്റെ നെഞ്ചത്ത് മുളക്കുന്ന രോമത്തിന്റെ വില അതൊരു വലിയ ബർക്കത്താണ്, വലിയ സ്ഥാനാണ്. ആലോചിച്ചോക്കെ. അപ്പൊ അങ്ങനെ താഴ്മയുള്ളവരാണ് സഹാബത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ താഴ്മനെ നമ്മളെ കണ്ടത് അതിൽ അല്ലെ. തന്നെ ഒരാളിങ്ങോട്ട് ജാക്കി വെച്ച് പൊക്കാൻ നോക്കുമ്പോ ഒരിക്കലും എന്നെ പൊക്കാൻ നിൽക്കരുത്, കാരണം ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ താഴെയാണ്. ഒന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ഈറ്റപ്പുലിയായി പ്രഖ്യാപിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വന്തത്തെ കുറിച്ചുള്ള ആലോചനയിൽ എന്തൊരു വല്ലാത്ത അവസ്ഥയാ. ഫീ ഖദ്ദി ഫാറൂഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകാഇ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കവളത്ത് 2 കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടുണ്ടായ പാടാന്നറിയോ? ഖത്താനി അസ്വദാനി മിൻ ബുകാഇ. അള്ളാനെ പേടിച്ചിട്ട് അതേപോലെ തന്റെ ജീവിതത്തിൽ വരാനുള്ള നിർണായകമായ നിമിഷങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞിട്ടുണ്ടായ പാട്. അപ്പൊ ആ പാടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ താഴ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. എല്ലാ സഹാബിമാരുടെയും അവസ്ഥ തന്നെയാണ്. അതാണ് ഹും ഖുദൂഉൻ വ ഖുശൂഉൻ ഫീ മഹാരിബിൽ ലഹും. അവരുടെ മെഹ്റാബുകളിൽ, ആരാധനാ സ്ഥലങ്ങളിൽ അവർ വലിയ ഭക്തന്മാരാണ്. അതേപോലെ ജീവിതത്തിലുടനീളം അവർ താഴ്മയുള്ളവരാണ്. അതേ സമയത്തോ വഹും ഉഫൂദുൻ വ ഉസൂദുൻ ഫീ മജാലിൽ ഗസ്വതി. യുദ്ധത്തിന്റെ രംഗത്ത് ഇറങ്ങിയാൽ അവർ ഈറ്റ പുലികളെ പോലെ സജീവമായി പൊരുതാൻ തയ്യാറുള്ളവരാണ്. അങ്ങനത്തെ സഹാബത്തിനെ പറ്റി ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണെന്ത്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് 10 ആള് എന്ന രൂപത്തിൽ ശത്രുക്കൾ ഉണ്ടായാലും നിന്ന് പൊരുതണം എന്ന നിലപാടിൽ ഞാൻ ഇളവ് വരുത്തിയിരിക്കുന്നു. ആ നിയമത്തിന്റെ ശക്തി ഞാൻ കുറച്ചിരിക്കുന്നു. എന്താ കാരണം? അൽആന ഖഫഫല്ലാഹു അൻകും, ഇപ്പോൾ ഞാൻ നിങ്ങളെ തൊട്ട് ലഘൂകരണം വരുത്തിയിരിക്കുന്നു. വഅലിമ അന്ന ഫീകും ലഅഫാ, നിങ്ങൾക്ക് ബലഹീനതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആല അറിഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല എന്ത് ചെയ്തിരിക്കുന്നു? ലഘൂകരണം വരുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ബലഹീനതയുണ്ടെന്ന് അല്ലാഹ് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ നിയമം എന്താ? ഫയ്യക്കും മിൻകും യതുൻ സാബിറ, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമയുള്ള 100 ആളുകൾ ഉണ്ടെങ്കിൽ യഗ്ലിബൂ മിഅതൈൻ, 200 ആളുകളെ അതിജയിക്കാൻ അവർക്ക് സാധിക്കും. വയ്യക്കും മിൻകും അൽഫുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ 1000 ക്ഷമാശീലരായ ആളുകൾ ഉണ്ടെങ്കിൽ യഗ്ലിബൂ അൽഫൈനി, ഈ 2000 ആളുകളെ അതിജയിക്കാൻ അവർക്ക് സാധിക്കും. ബിഇദ്നില്ലാഹ്, പടച്ചവന്റെ അനുവാദ പ്രകാരം. വല്ലാഹു മഅസ് സാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പാണ്. ഈ ആയത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പ്രതിരോധത്തിന് ഇറങ്ങിയ ചില ആൾക്കാരില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പ്രതിരോധത്തിന് ഇറങ്ങിയ ചില ആൾക്കാരുണ്ട്, ബദറും ഉഹദും തെളിവ് പറഞ്ഞിട്ട്. ആ ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട് ഇതില്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യമൊക്കെ പ്രത്യേകിച്ചും മനസ്സിലാക്കണം. അവിടെയൊക്കെ സായുധമായ ഒരു സമീപനത്തിന്റെ ശൈലിയിലേക്ക് കടന്നു പോകുന്ന അതിന്റെ ദുരന്തം എത്രമാത്രം ഗുരുതരായിക്കുന്നു. ഈ ആയത്തൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സാധുക്കൾക്ക് ഇത് അറിയോ? അറിയില്ല.
പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളെ റൂമിൽ തന്നെ വന്നിട്ട് ഒരാള് പിന്നെ ബദറിന്റെ ഒക്കെ സംഭവം പറഞ്ഞിട്ട് ചൂടായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ചോദ്യം ചോദിച്ച സമയത്ത് എത്ര ആളാണെങ്കിലും അത് പ്രശ്നമാക്കണ്ടയില്ല, മനസ്സിലായില്ലേ, എന്ന് ചോദിച്ചിട്ട് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ആയത്ത് ഓതിയിട്ട് അയാളോട് പിന്നെ മറുപടി പറഞ്ഞു. പിന്നെ നോക്കുമ്പോ അയാളെ കാണാനല്ല. കാരണം എന്താ, അപ്പൊ ഇതൊരു ഒറ്റമൂലി മാത്രം പഠിച്ച ആൾക്കാരാണ്, അതവർക്ക് പഠിപ്പിക്കണുള്ളൂ. ഇരുട്ടത്താണുള്ള യോഗം. അപ്പൊ ഈ ഇരുട്ടത്ത് യോഗം കൂടുന്ന സുഹൃത്തുക്കളൊക്കെ വാസ്തവത്തിൽ ചിന്തിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ, ഇസ്ലാം ഒരു വിഷയത്തിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അതെങ്ങനെയാന്നുള്ളത് ആലോചിക്കണം. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു തആല നമ്മൾ അറിയിക്കാണ്, ഒരാൾക്ക് രണ്ട് ശത്രുക്കളോട് ഒരാൾ എന്ന രൂപത്തിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾ പൊരുത്തേണ്ടത്. അപ്പൊ നമ്മളെ കാലത്താണെങ്കിൽ തിരിച്ചല്ലേ പറയേണ്ടി വരിക. 10 നമ്മൾ ഒരു ശത്രു ഉണ്ടെങ്കിൽ നമ്മൾ അത്രേ ഉള്ളൂ നമ്മളെ അവസ്ഥ. അതുകൊണ്ടല്ലേ എന്ത് ചെയ്യണത്, വെട്ടിയിട്ടാണ്ട് ഓടുന്നത്, വെട്ടിയിട്ട് വണ്ടി വിളിച്ച് രക്ഷപ്പെടുന്നത് അതുകൊണ്ടല്ലേ. അപ്പൊ ധൈര്യമില്ലാത്ത ആൾക്കാർ, ആ ഒരു കണ്ടീഷനിലുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ സംഖ്യാബലം നേരെ തിരിച്ചല്ലേ ഏറ്റവും ചുരുങ്ങിയത് പറയേണ്ടി വരിക. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ, വിഷയങ്ങളുടെ വസ്തുതകൾ ഉൾക്കൊള്ളാതെ, എന്തെങ്കിലുമൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിയിട്ട് എന്തെങ്കിലും അരുതായ്മകളും ബുദ്ധിമോശവും ഒക്കെ കാണിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലും ചിന്താഗതികളിലും ചെന്നുപെട്ട് ഈ മതത്തെ മാനം കെടുത്തരുത്. അതേപോലെ തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റിദ്ധരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് മനുഷ്യനെത്തരുത്. മറിച്ച് വിവേകം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവനെ നയിക്കണം. ഒരിക്കലും തന്നെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകാൻ പാടില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഗതി. അതിന്റെ ഇപ്പോഴത്തെ ഒരു വിഷയമല്ല, പക്ഷെ പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ യുദ്ധത്തിന്റെ രംഗത്തുണ്ടായിരുന്ന സംഖ്യാബലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തി എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അൽ ഹുജ്ജത്തുൽ ഖാമിസ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, 5ാമത്തെ തെളിവ് ഖൗലുഹു തആല, അല്ലാഹ് പറഞ്ഞല്ലോ, സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ. സൂറത്തുൽ ബഖറയുടെ 142ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഖിബ്ല മാറ്റത്തിന്റെ സംഭവം. ആ സംഭവത്തിൽ നമ്മൾ എന്താ കാണുന്നത്, നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ ചെന്നപ്പോ 16 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ, ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയാക്കാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ആ നിർദ്ദേശം പിന്നീട് സുമ്മ ഇന്നഹു തആല അസാലഹും അൻഹാ, അവരിൽ നിന്ന് എന്തു ചെയ്തു, ആ സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി, ആ നിയമത്തെ മാറ്റി. എങ്ങനെ? ബിഖൗലിഹി, അല്ലാഹുവിന്റെ വാക്കുകൊണ്ട്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. സൂറത്തുൽ ബഖറയുടെ 144ാമത്തെ ആയത്തിൽ പറഞ്ഞ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ മദീനത്ത് എത്തിയതിനു ശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴൊക്കെയും അവിടുത്തെ ഒരു സ്വകാര്യമായ ആഗ്രഹമായിരുന്നു എന്ത്, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള, കഅബ ഖിബിലയാക്കിയിട്ടുള്ള ഉത്തരവ് വരണമെന്ന ആഗ്രഹം. പക്ഷേ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്തില്ല, അത് അള്ളാഹുവോട് ചോദിച്ചില്ല. പിന്നെ ആ ചോദിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല യുടെ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല എന്ത് ചെയ്തു, പിന്നീട് പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞുകൊണ്ട് ഖിബ്ല മാറ്റത്തിന്റെ ഉത്തരവ് അല്ലാഹു തആല നൽകി. ആ ഉത്തരവ് ലഭിച്ച സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം ഹദീസിൽ, മാ അറാ റബ്ബക ഇല്ലാ വയുസാരിഉ ഫീ ഹവാക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയുടെ നാഥനായ അല്ലാഹു തങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നടപ്പാക്കി തരാൻ വേണ്ടി ധൃതി പിടിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ നിലക്ക് അല്ലാഹു തആല കഅബ മാറ്റത്തിന്റെ തീരുമാനം, ആ തീരുമാനം മാറ്റത്തിന്റെ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ഒരു തെളിവാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈദാ ബദ്ദൽനാ ആയതം മകാന ആയ വല്ലാഹു അഅലമു ബിമാ യുനസ്സിൽ ഖാലൂ ഇന്നമാ അൻത മുഫ്തർ. സൂറത്തുൻ നഹ്ലിന്റെ 101ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, ഒരായത്തിന് നമ്മൾ മറ്റൊരായത്തിന്റെ സ്ഥാനത്ത് പകരമാക്കിയാൽ, അപ്പൊ പകരമാക്കുക എന്ന് പറയുമ്പോൾ വത്തബ്ദീലു യശ്മലു അലാ റഫ്ഇൻ വ ഇസ്ബാത്തിൻ, ഒരു ഇതിനെ ഉയർത്തുകയും മറ്റൊന്നിനെ അവിടെ സ്ഥാപിക്കുകയും ചെയ്യുക. അതിനല്ലേ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഉയർത്തലും വൽ മർഫൂ, ഒന്നിനെ ഉയർത്തപ്പെടുമ്പോൾ ആ ഉയർത്തപ്പെടുന്നത് പിന്നെ ഇമ്മാ തിലാവ, ഒന്നുകിൽ ഓത്ത് മാത്രമായിരിക്കും ഉയർത്തപ്പെടുക, വൈമ്മൽ ഹുക്കുമു, അല്ലെങ്കിൽ ഓത്ത് അങ്ങനെ തന്നെ ഉണ്ടാകും, അതേ സമയത്ത് വിധി അവിടെ ഉണ്ടാവില്ല. ഫകൈഫ കാന, എങ്ങനെയായാലും ശരി, ഫഹുവ റഫ്ഉൻ വ നസ്ഖുൻ, അത് ഉയർത്തലും ദുർബലപ്പെടുത്തലും തന്നെയാണല്ലോ എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൽ മൻസൂഖു, ദുർബലപ്പെടുത്തപ്പെടുന്നത് ഇമ്മാ യകുന ഹുവൽ ഹുക്മ,
ഒന്നുകിൽ അത് ഫഖത്ത് ഒരു ഹുക്കുമ് മാത്രമാകും, ചിലപ്പോ വിധി മാത്രം ദുർബലപ്പെടും. ഓത്ത് അങ്ങനെ തന്നെ ഉണ്ടാകും. അവി തിലാവത്ത് ഫഖത്ത്, അല്ലെങ്കിൽ എന്ത് മാത്രമായിരിക്കും ദുർബലപ്പെടുത്തപ്പെട്ടത്? അവി തിലാവത്ത് ഫഖത്ത്, ഓത്ത് മാത്രമായിരിക്കും ദുർബലപ്പെടുത്തപ്പെട്ടത്. ഹുമാമ, അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിരിക്കും ദുർബലപ്പെടുത്തും. അതായത് ഇപ്പൊ നിയമമല്ല ഓത്തുമില്ല, ചിലപ്പോ ഓത്തുണ്ടാകും നിയമം ഉണ്ടാവില്ല, ചിലപ്പോ നിയമം ഉണ്ടാകും ഓത്തുണ്ടാവില്ല. അങ്ങനെ 3 രൂപത്തിൽ ദുർബലപ്പെടുത്തപ്പെടുക എന്ന സംഗതികൾ വരും. അമ്മല്ലദീ യകൂനുൽ മൻസൂഹു ഹുവൽ ഹുക്മ, ദുർബലപ്പെടുത്തപ്പെട്ടത് വിധി മാത്രമായത് ദൂനത്തിലാവ, ഓത്ത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, അഥവാ ഓത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഫഖഹാദിഹിലായത്തിലെത്തിയ അതതിനാഹ, നമ്മളിപ്പോ ഈ എണ്ണിയ ആയത്തുകളിലൊക്കെ ഉള്ള സംഗതി അങ്ങനെയാണ് അല്ലെ. ഇപ്പോ ഓതിയിട്ടുള്ള എല്ലാ സംഗതിയിലും ഇപ്പോ നമ്മൾ തെളിവുകൾ പറഞ്ഞു. ഒന്ന്, 1 കൊല്ലം ഇദ്ദ ഇരിക്കണം, ഭർത്താവ് മരിച്ച ഭാര്യ 1 കൊല്ലം ഇദ്ദ ഇരിക്കണം എന്ന് പറഞ്ഞത്, അതിനുള്ള ആയത്ത് ഇവിടെ ഉണ്ട്. അത് ഇപ്പോഴും സൂറത്തുൽ ബഖറയിലുണ്ട്. 240 ആയത്ത്. അപ്പൊ ഓത്തിപ്പോഴും ഉണ്ട്, പക്ഷെ അതിന്റെ നിയമം എന്തില്ല, നിലവിലില്ല. അതുമാതിരി പിന്നെ പറഞ്ഞ സംഗതികളിലൊക്കെ തന്നെ ഈ ആയത്തുകളൊക്കെ ഓത്തുണ്ട്, അതേസമയത്ത് നിയമം ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അമ്മല്ലദീ യകൂനുൽ മൻസൂഖു ഹുവ തിലാവ ഫഖത്ത്, ഓത്ത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതേസമയത്ത് നിയമം ഉണ്ടാവും. ഏതുപോലെ ഫകമാ യുർവാ അൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിലുണ്ട്. അന്നഹു ഖാല, മഹാനവറുകൾ പറഞ്ഞു, കുന്നാ നഖറഉ ആയത്ത റജ്മി, വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലലുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത് ഞങ്ങൾ ഓതിയിരുന്നു. അതെന്താ? അശ്ശൈഖു വശ്ശൈഖതു ഇദാ സനയാ ഫർജുമൂഹുമാ അൽബത്ത നകാലം മിനല്ലാഹി വല്ലാഹു അസീസുൻ ഹകീം. ഇങ്ങനെ ഇപ്പൊ ഖുർആൻ നോക്കിയ ഒരു ആയത്ത് കാണൂല, മനസ്സിലായില്ലേ? പിന്നെ വയസ്സനും വയസ്സെത്തിയും അവര് വ്യഭിചരിച്ചാൽ അവരെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണം, അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന നിലക്ക് എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ അത് അങ്ങനെ ഒരു ആയത്ത് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോ നിയമം സംഗതി അങ്ങനെ തന്നെ അല്ലെ. അതായത് വിവാഹിതരായിട്ടുള്ള ആളുകൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം തന്നെയാണ് നിയമം, ഹുക്കുമുണ്ട്. അതേ സമയത്ത് എന്തില്ല, ആ ഓത്തിപ്പോ നിലവിലില്ല. മറ്റൊന്ന് വെറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലൗകാന ലിബിനി ആദമ വാദിയാനി മിൻ മാലിൻ ലബ്തഗാ ഇലൈഹിമാ സാലിസ വലാ യംലഉ ജൗഫ ബനി ആദമ ഇല്ല തുറാബ് വയതൂബുല്ലാഹു അലാ മൻ താബ്. ലൗകാന ലിബിനി ആദമ, ഒരു മനുഷ്യൻ ഉണ്ടായാൽ, വാദിയാനി മിൻ മാലിൻ, ധനത്തിന്റെ 2 മലമ്പ്രദേശങ്ങൾ അഥവാ വലിയ ഭാഗങ്ങൾ ഒന്നായിട്ട് അയാളെ മുതലിട്ട് കുന്നുകൂട്ടിയിടാനുള്ള ധനം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം അവനുണ്ടായാൽ, ലബ്തഗ ഇലൈഹിമാ സാലിസ, അവൻ അതിലേക്ക് 3ാമത്തെ മലഞ്ചെരുവ് കൂടെ കിട്ടാൻ പറ്റുമോ നോക്കും. 10 ഹൈപ്പർ മാർക്കറ്റുള്ള ആള് ഒന്നുകൂടി എവിടെയെങ്കിലും തുടങ്ങാൻ പറ്റുമോ നോക്കണമാതിരി എന്ത് ചെയ്യും, അവൻ 3ാമത്തെ മലഞ്ചെരുവ് കൂടി കിട്ടുമോ എന്ന് നോക്കും. എന്നാലോ ബഹുമാനപ്പെട്ട റാജിമാം രേഖപ്പെടുത്താണ്, തുടർന്നുള്ള ഉണ്ടായിരുന്നത് വലാ യംലഉ ജൗഫ ബനി ആദം, പക്ഷെ മനുഷ്യന്റെ ഉള്ളു നിറക്കൂല ഇല്ല തുറാബ്, മണ്ണല്ലാതെ. ചാൽ ഖബറിലെത്തുമ്പോഴേ ഓന്റെ ആർത്തി തീരുള്ളൂ. മനുഷ്യന്മാർക്ക് പൊതുവിലുണ്ടാകണ ഒരവസ്ഥയാണ് അല്ലെ. എല്ലാരെ കഥ അങ്ങനെ തന്നെയാണ്. ഓരോ സംഗതികളും അത്യാവശ്യം കൊണ്ട് മതിയാക്കുക, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞ സംഗതിയൊന്നും, ഖനാഅത്തിന്റെ സ്വഭാവമൊന്നും പൊതുവേ ആളുകളിൽ ആരിലും ഇല്ല എന്നതാണ് ഇന്നത്തെ ഒരവസ്ഥ. ദുരന്തം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ആ ഖനാഅത്തിന്റെ ശൈലി മാറി ഹിർസിന്റെ, അലച്ചയുടെ, അത്യാഗ്രഹത്തിന്റെ, ആക്രാന്തത്തിന്റെ ശൈലിയിലേക്ക് മനുഷ്യൻ എത്തുമ്പോ എങ്ങനെയും ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് പലപ്പോഴും ആളുകൾ എത്തിപ്പെടുകയാണ്. അള്ളാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം ദുരന്തങ്ങളിലും അപകടങ്ങളിലൊന്നും ചെന്നുപെടാതെ അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹലാലും ഹറാമൊക്കെ ശ്രദ്ധിക്കാത്ത ഒരു കാലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മാറിയ കാലഘട്ടം, ശ്രദ്ധിച്ചാൽ തന്നെയും ഹറാമുകളിലൊക്കെ ചെന്ന് പെടുമെന്ന് പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനത്തെ സദ്യയും കൂടെ അല്ലെങ്കിലോ പണ്ടേ അബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ വരൂലേ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, വലാ യംലഉ ജൗഫ ബനി ആദം, മനുഷ്യന്റെ ഉള്ളു നടക്കൂല അഥവാ ഓന്റെ അത്യാർത്തി തീരൂല, ഇല്ല തുറാബ്, മണ്ണല്ലാതെ നടക്കൂല. മണ്ണല്ലാതെ നടക്കൂല വെച്ചാ ഖബറിലെത്തിയാലേ എന്താവുള്ളൂ, ഓന്റെ ആർത്തി തീരുള്ളൂ. അത് വളരെ സത്യമാണ് അല്ലെ. ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓടുകയാണ് മനുഷ്യൻ, ജീവിക്കാൻ മറക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ സംഗതികളിലും അവനവന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ശരിക്കും വിസ്മരിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ എത്തിപ്പെടുകയാണ്. എന്നാൽ യതൂബുല്ലാഹു അലാ മൻ താബ്, അല്ലാഹു തആല പശ്ചാത്തപിച്ച് മടങ്ങുന്നവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. കുറെ കാലം അങ്ങനത്തെ അബദ്ധത്തിലൊക്കെ എത്തിപ്പെട്ട ആള്, ഞാൻ എന്തായാലും ഇങ്ങനെ കുടുങ്ങിപ്പോയി, ഇനിയിപ്പോ എങ്ങനെയാണ് പോട്ടെ എന്ന് വെക്കണ്ട, മറിച്ച് അവന് മാറി ചിന്തിക്കാൻ എന്തിന്റെ അവസരമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എങ്ങനെ ഒരു ആയത്ത് നേരത്തെ ഉണ്ടായിരുന്നു, അതേ സമയത്ത് ഇപ്പൊ എന്തില്ല,
ഇപ്പൊ അങ്ങനെ നിയമല്ല, അതേ അങ്ങനത്തെ ഒരു ഓത്തില്ല. അതേ സമയത്ത് സംഗതി അങ്ങനെ തന്നെയല്ലേ, നിയമപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ഇനി മൂന്നാമത്തത് അമ്മല്ലദി യകൂനു മൻസൂഖൽ ഹുക്മി വത്തിലാവത്തി മഅൻ, ഓത്തും അതേപോലെ നിയമവും രണ്ടും ഇല്ലാത്തത്. ഇവിടെ നിയമമുണ്ട്, ഓത്തില്ലാത്തതിന്റെ ഉദാഹരണം ഇപ്പൊ പറഞ്ഞ്. ആദ്യം പറഞ്ഞത് ഓത്തുണ്ട്, നിയമമില്ലാത്തതിന്റെ ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തത് ഓത്തുമില്ല നിയമമില്ല. അങ്ങനെ തന്നെ ഏതാ ഫഹുമാ റവത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തു അന്നൽ ഖുർആന ഖദ് നുസില ഫിർ റളായി ബിഅശരി മഅലൂമാത്തിൻ സുമ്മ നുസിഖ്ന ബിഖംസി മഅലൂമാത്തിൻ ഫൽ അശ്റു മർഫൂഉ തിലാവ വൽ ഹുക്മി ജമീഅൻ വൽ ഖംസു മർഫൂഉ തിലാവത്തി ബാഖിൽ ഹുക്മി. മുലകുടി ബന്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ നിയമം 10 തവണ എന്ത് ചെയ്യണം, മുല കുടിച്ചാലേ എന്താവുള്ളൂ, ഒരു കുട്ടിയും ഒരു സ്ത്രീയും തമ്മിലുള്ള മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുള്ളൂ എന്നായിരുന്നു ആദ്യത്തെ നിയമം. പിന്നീട് എന്താക്കി, പിന്നെ 5 തവണ ഇപ്പൊ അങ്ങനെയാണ്. വ്യത്യസ്ത സമയങ്ങളിലായിട്ട് 2 വയസ്സ് പ്രായം എത്തുന്നതിന്റെ മുമ്പ് 5 തവണ എന്ത് ചെയ്താൽ മുല കുടിച്ചാൽ എന്നാലാണ് എന്താക്കുക, മുലകുടി ബന്ധം സ്ഥിരപ്പെടുക. മുലകുടി ബന്ധം എന്ന് പറഞ്ഞാൽ ഗൗരവത്തിൽ കാണേണ്ട തന്നെയാണ്. ആ മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടാൽ അവിടെ എന്തുണ്ടാവുകയും ചെയ്യും, മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുന്നതോടുകൂടെ ഈ കുട്ടിയും ആ സ്ത്രീയും തമ്മിൽ, അതേപോലെ തന്നെ ആ സ്ത്രീയുടെ ബാക്കിയുള്ള ആളുകളും തമ്മിൽ ശരിക്കും കുടുംബ ബന്ധത്തിന്റെ വിശുദ്ധി മുഖേന എന്തൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുമോ ആ ബന്ധങ്ങളെല്ലാം സ്ഥാപിക്കപ്പെടും എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ അതിന്റെ നിയമമല്ലപ്പോ ആ 10 എന്നുള്ളതിന്റെ നിയമമല്ല, അതേസമയത്ത് അതേപോലെ തന്നെ അതിന്റെ ഓത്തുമില്ല, രണ്ടും ഇല്ലാത്ത രൂപത്തിലുള്ള സംഗതികൾ വരും. അപ്പൊ അതിന്റെ നിയമമല്ല, ഓത്തുമില്ല. അതേപോലെയുള്ള കുറെ സംഗതികൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവിടെ ഖുർആനിൽ ഏതെങ്കിലുമൊക്കെ ഒരു നിയമത്തിന് മാറ്റം വരുന്ന സമയത്ത് ജൂതന്മാരെന്ത് ചെയ്യണ്ട, അതിന്റെ പേരിൽ ബേജാറാകണ്ട. കാരണം എന്താ, അത് മാറ്റാൻ യോഗ്യതയുള്ള, അതിന് അർഹതയുള്ള അതോറിറ്റി തന്നെയാണ് എന്ത് ചെയ്യണത്, ആ പണി ചെയ്യണത്. കാരണം ഓരോ കാലഘട്ടത്തിന് എന്താണ് അനുയോജ്യമായത് എന്ന് അള്ളാഹ്ക്ക് അറിയണ പോലെ വേറെ ആർക്കും അറിയില്ല. അള്ളാഹു തആല തന്നെയാണ് എന്ത് ചെയ്യണത്, ഈ പണി ഇവിടെ നിർവഹിക്കണത്. അതുകൊണ്ട് ഈ ദുർബലപ്പെടുത്തിയതിന്റെ പേരിൽ, ഇന്നലെ പറഞ്ഞ നിയമം ഇന്ന് മാറ്റിയതിന്റെ പേരിൽ അള്ളാന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, അതിലൊരു അയ്ബ് കാണണ്ട. പക്ഷെ അങ്ങനെയൊക്കെ സ്ഥിരപ്പെട്ടു പോയതിനു ശേഷം ഇന്നിപ്പോ നമ്മളെ വഹാബികളൊക്കെ മാറ്റിനോടത്ത് നമുക്ക് അയ്ബ് കാണാണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താ, അത് സ്ഥിരപ്പെട്ടു പോയത് മാറ്റാനുള്ള അതോറിറ്റിപ്പെട്ട ആൾക്കാരെല്ലാവരും, അതിന് യോഗ്യത ഉള്ളവരും അല്ല. ആ ആളുകൾ മാറ്റുമ്പോ ഇന്നലെ പറഞ്ഞ ഇന്ന് ദീനല്ലാണ്ടാവുമ്പോ, ഇന്നലെ ശിർക്കായത് ഇന്ന് ശിർക്കല്ലാണ്ടാവുമ്പോ അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താക്കും, സംശയിച്ചു പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലൈവ് എത്തിയെന്നാ തോന്നുന്നല്ലേ വീരാൻകുട്ടി? ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് നീ അടുത്ത തിങ്കളാഴ്ച ഇനി തുടരാം എന്ന് അറിയിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി. എന്തേ വീരാൻകുട്ടി നിർത്തിയെന്തേ? കൈ താഴ്ത്തി മേലെ വരാൻ വേണ്ടി മാത്രമാണോ? അല്ല, ഒളവട്ടൂർ തന്നെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ലൈവ് തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.